Hello, welcome to Sense School of Life Sciences. Today we shall talk about geological time scale. It's a very important topic because every time questions are asked on this topic. Question the entire lifespan of Earth is called the geological time. Geological time scale a system of organizing the history of the Earth in the units of time, from the smallest to the largest, based on the events and processes that have occurred in this geological time scale. So the geological time scale is the calendar for events in the history of Earth. The major divisions of geological time are eons, eras, periods, and epochs. This is the order which questions. Simple order eons even investigated. Eons important. So, we have earliest largest in periods, unity function. Eons in the order. But eons are the largest interval unit in which the geological time is divided. There are 4 geological eons. They are Hadean, Archean, Proterozoic, Phanerozoic. So, we have studied geological time scale. We have studied B parallel, C parallel. Anyway, we have question definitely but other order right order. Order time period question നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഓർഡർ ആയിട്ടുള്ളൊക്കെ ഇതുപോലെ സിമ്പിൾ ആണ്. അത് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് 2023 തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് ചോദിക്കാം. അല്ലാതെയുള്ള ചിലതുണ്ട്. അതേത് വന്നാലും ആൻസർ ചെയ്യാൻ പാകത്തിന് തിരുന്ന ആള് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഡിവിഷൻ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് മനസ്സിലായിട്ട് നമുക്ക് അത് ഇയോൺസ് ഏതൊക്കെയാണ് ഇയോൺസ്? നമുക്ക് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈം ആണ് ശരിക്കും ഇയോണ്. അതുകൊണ്ടോ എൻ്റെ എർത്തുണ്ടായ കാര്യങ്ങളിൽ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാനറോസോയിക്. ഇത് ഓർക്കേണ്ടത് പല ടെക്സ്റ്റുകളിലും കണ്ടിരിക്കും. ഈ പ്രീ കാംബ്രിയൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇറയിലാണ്. ചിലതിൽ കാംബ്രിയന്റെ മുന്നിലായിട്ട് പീരീഡിൽ വരും. പലരും പഠിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഓർഡർ ആയിട്ട് അതൊന്ന് ഓർക്കുക. പിന്നെ അതുപോലെ ഈ ഇയോണിൽ വരുന്ന ചിലത് ഇറായിൽ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇത് ഓർഡർ ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്നത്. അപ്പൊ ഇയോൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് എന്റെ കൂട്ടത്തിൽ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാനറോസോയിക്. ഓരോ പ്രാവശ്യം എന്തൊക്കെ നടന്നു എന്നുള്ളതെല്ലാം ഓർഡർ ആയിട്ട് നമ്മുടെ ക്ലാസ് പറയും. ഓർഡർ ആയിട്ടുള്ള ഹാഡിയനിൽ എന്ത് നടന്നു. അപ്പൊ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാനറോസോയിക്. ഏറ്റവും ആദ്യത്തെ ഇയോൺ ആണ് ഇത് ഹാഡിയൻ. രണ്ടാമത് ആർക്കിയൻ. ഇതും തെറ്റാതെ പഠിക്കണം. അത് ഞാൻ ന്യൂമോണിക്സ് തരാം. അപ്പോ ആർക്കിയനിൽ എന്ത് നടന്നു? അതിനു മുമ്പ് ഈ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക് ഇത് മൂന്നും കൂടെ ചേർന്ന് പ്രീ കാംബ്രിയൻ എന്ന് പറയുന്ന ഇറ. അപ്പൊ ഇറയിൽ ആദ്യം ഏതാണ്? പ്രീ കാംബ്രിയൻ. ദെൻ പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇവിടെ തന്നെ ചിലർക്ക് സംശയം കാണും പ്രീ കാംബ്രിയൻ പീരീഡ് അല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോ ശരിക്കും ലേറ്റസ്റ്റ് ഡിവിഷൻ ഇതാണ്.
അപൂർവം ചില എക്സാമിന് ചിലപ്പോൾ കേംബ്രിയൻ പ്രീ കേംബ്രിയനിൽ എന്ത് സംഭവിച്ചു, ചിലപ്പോൾ അത് പ്രോകാരിയോട്സ് വന്നു, എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈം ഇതാണല്ലോ പ്രീ കേംബ്രിയൻ പീരീഡ്. അപൂർവം അങ്ങനെ വളരെ റയറായിട്ട് ചോദിക്കുള്ളൂ. ഇപ്പൊ നെറ്റ് എക്സാമിന് ഇത് തന്നെയാണ് ഓർഡറായിട്ട് ചോദിക്കുന്നത്. നെറ്റിനും അഥവാ അല്ലാതെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക പ്രീ ക്യാമ്പറിന് മുമ്പ് എന്നുള്ള രീതിയിൽ. എന്തായാലും നമുക്കിപ്പോ ഓർക്കേണ്ടത് എന്താണ്, ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക് എന്ന് പറയുന്ന ഈ മൂന്ന് എന്തിനേയും, ഇത് മൂന്നും എന്താ, ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, ഫാനറോസോയിക്, ഇതെല്ലാം ഇയോൺ ആണ്. അപ്പൊ പ്രീ ക്യാമ്പറിൻ എന്ന് പറയുന്ന ഇറയിൽ വരുന്ന ഇയോൺസ് ഏതൊക്കെയാണ്? ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്. മനസ്സിലായല്ലോ? ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കൂട്ടത്ത് വരണം കേട്ടോ, ഇത് ഓർഡറായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഒരിക്കൽ കൂടെ വേണമെങ്കിൽ വീഡിയോ കണ്ടാകും. ഇനി നമുക്ക് ഈ ഫാനറോസോയിക് എന്ന് പറയുന്നത് ഇപ്പൊ ഹിസ്റ്ററി ഓഫ് എർത്തിനെ മൊത്തം 4 ഇയോൺസ് ആയിട്ട് തിരിക്കാം അല്ലെ. അവർ പ്രസന്റ് ഇയോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. പ്രസന്റ് ഇയോൺ ഏതാണ്? ഫെനറോസോയിക് അല്ലെ. അപ്പോ ഇനി അപ്പൊ പ്രസന്റ് ഇറ ഏതാ? സിനസോയിക്. പീരീഡ് ഏതാ? പ്രസന്റ് ക്വാട്ടർണറി. ഇപ്പോക്ക് ഏതാ? ഹോളോസിൻ. പക്ഷെ ഇപ്പോക്കിൽ ഇപ്പൊ ഹോളോസിന്റെ ഞാനൊരു ഡിവിഷൻ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്, എസ്പെഷ്യലി നെറ്റിന്. ഈ അതില് ഹോളോസിനെ ഡിവൈഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് പലരും പഠിച്ചിട്ടില്ലായിരിക്കും, നമ്മൾ ലാസ്റ്റിൽ പറയാം. അപ്പൊ എന്തായാലും ഇപ്പോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോളോസിന്റെ ആണ്. പക്ഷെ ഇപ്പോക്കിന് 3 പീരീഡ് 3 ടൈമിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ പറയാം. അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തല്ലോ. ഇനി നമുക്ക് ഇവിടെ ഹാഡിൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക് ഈ 3 ഇയോൺസ് കൂടെ ചേർന്ന് പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞു. ഇനി പാലിയോസോയിക് ഇറേ എന്താ പീരീഡ് ആയിട്ട്? കേംബ്രിയൻ, ഓർഡോവിസിയൻ, സിലൂറിയൻ, ഡിവോണിയൻ, കേംബ്രിയൻ, പെർമിയൻ. ഇതും തെറ്റിച്ച് ചോദിക്കും, ഓർഡർ തെറ്റിച്ച് ചോദിക്കും. അപ്പൊ ഇതിപ്പോ ഷുവർലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സി പാർട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ബി പാർട്ടിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി കിട്ടും. അത് നമുക്കറിയാമല്ലോ. ഇപ്പൊ മോളിക്കുലർ ബയോളജി എല്ലാം ഇത് മാത്രം പഠിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇത് ഷുവർലി ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ പോവുക. അപ്പൊ ഓൺലി വൺ തിങ്, ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വിശകലനം, ഞാൻ ഈ പറയുന്നത് ഓർഡർ ആയിട്ടെല്ലാം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഒന്ന് ഈ ഓർഡർ തെറ്റിച്ച് ചോദിക്കണം, അത് ഓർഡർ പഠിക്കുക. പിന്നെ മറ്റു ഓരോ സംഭവം എന്തൊക്കെ നടന്നാൽ ഓരോ ഇറയും ഞാൻ പ്രത്യേകമായിട്ട് സ്ലൈഡിൽ തന്നിട്ടുണ്ട്, അത് അപ്പോഴും പഠിക്കാം. ഇപ്പൊ ഇതിനെ ഒന്ന് ഓർഡർ ആക്കി എടുക്കാം. മീസോസോയിക് ഇറയെ 3 പീരീഡ്, അതായത് ട്രയാസിക്, ജുറാസിക്, ക്രെറ്റീഷ്യസ്. സീനോസോയിക് അതിന് 2 പീരീഡ്, ടേർഷറി, ക്വാട്ടർണറി. ഇനി ഇപ്പോക്കായിട്ട് ഏതിനെ മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ? ഇപ്പോക്കായിട്ട് ഏത് ഇറയെ മാത്രമേ നമ്മൾ ഇപ്പോക്കായിട്ട് കൊടുക്കുന്നുള്ളൂ? സീനോസോയിക് ഇറയെ. അപ്പൊ ടെർഷറി ഏതൊക്കെയാണ് അത്? കാരണം നമുക്കറിയാം 1 മണിക്കൂറിന് മിനിറ്റിന് സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇപ്പൊ അടുത്ത വരുന്ന കാലഘട്ടം, അടുത്തെന്ന് പറയുമ്പോൾ ഇത് മില്യൻസ് ഓഫ് ഇയേഴ്സ് ആണ് അല്ലെ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ അടുത്ത കാലഘട്ടം നമുക്ക് കുറച്ചുകൂടെ പഠിക്കത്തക്ക രീതിയിൽ എന്താണ് അതിനെ അടുത്തടുത്ത കാലഘട്ടമായിട്ട് കൊടുക്കുക. അതാണ് ഇപ്പോക്കായിട്ട്. അപ്പൊ ഇപ്പോക്ക് കൊണ്ട് നോക്കി പാലിയോസിൻ, ഇയോസിൻ, ഒളിഗോസിൻ, മയോസിൻ, ക്ലയോസിൻ, പ്ലീസ്റ്റോസിൻ. അപ്പൊ ഇതെല്ലാം ഓർഡറായിട്ട് പഠിക്കാൻ ഇപ്പോ +2 പഠിക്കാനുണ്ട്, BSc പഠിക്കാനുണ്ട്, MSc പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ച് നിങ്ങൾക്ക് ഓർഡർ അറിയാമായിരിക്കും. എന്നാലും ഓർഡർ എല്ലാവർക്കും എല്ലാവർക്കും അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി അഥവാ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഞാനിതിനെ ഓർമ്മിക്കാനായിട്ട് ഒരു നിമോണിക്സ് തരാം. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ അറിയാം, റിമെമ്പർ സംതിങ് ഈസിയർ ഫോർ. അപ്പൊ ആ നിമോണിക്സ് ഒന്ന് നോക്കാം. ഇതും കൂടെ എല്ലാം കണ്ടിട്ട് നമുക്ക് ഓരോ ഇറയിലും പീരീഡിലും ഒക്കെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് പഠിക്കാം. അത് അടുത്ത ഘട്ടമാണ്. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഓർഡറായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നോക്കാം. ഇയോൺസ് നമ്മൾ എങ്ങനെ മറക്കാതിരിക്കും? ഇയോൺസ് ഏതൊക്കെയാവെന്ന് പറഞ്ഞേ? ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക്, ഫാനറോസോയിക്. ഓക്കെ.
അപ്പൊ ഇവിടെ ഇതിനെ ഓർക്കാനായിട്ട് ഹാപ്പൻ, അതെ സംഭവിച്ചു. അത് എളുപ്പം ഓർക്കാനായിട്ട് ചില കാര്യങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അറിയാം. ഹാപ്പൻ, അതില് ഇതിന്റെ റെഡ് കളർ ആയിട്ടുള്ള HAPP ഓർക്കാമല്ലോ, ഓർഡർ തെറ്റില്ലല്ലോ. H പറഞ്ഞ എന്താ? ഹാഡിയൻ, A ആർക്കിയൻ, P പ്രോട്ടോസോയിക്, then P again P ഫൈനറോസോയിക്, മറക്കില്ലല്ലോ. ദെൻ അടുത്ത ഇറ. ഇറ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് പഠിക്കാൻ. ഏതൊക്കെയാ? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാ? പ്ലീസ് പാസ് മീ കേക്ക്. എന്റെ ഒരു ആലോചിച്ച് നോക്കി. So, please pass me cake. അത് മനസ്സിലായല്ലോ. പ്ലീസ്. പി എന്താ? ഇറായിലെ പ്രീകാംബ്രിയൻ. പാസ് പാലിയോസോയിക്. മീ അതില് ME. ഓക്കെ, അപ്പൊ ഇത് ലോങ് ടേം മെമ്മറിയിലാക്കി വെച്ചാൽ മതി, ഈസിയാണത്. അടുത്ത പീരീഡ്. പീരീഡില് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? പാലിയോസോയിക്, കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. അതെ, സീരിയസ് ഡിസീസ് അത് കെയർ ചെയ്താൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ്. അപ്പൊ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ചില ന്യൂമോണിക്സ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോ കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. കെയർ പറയണ്ടല്ലോ, കെയർ കാംബ്രിയൻ, ഓഡോറിസിയൻ, ഓഫർ, സൈലൂറിയൻ, സീരിയസ്, then Devonian disease, Carboniferous, can prevent Permi. Okay, then Mesozoic. മീസോസോയിക്കിലുള്ള വളരെ എളുപ്പമാണ് അല്ലെ? ട്രയാസ്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ന്യൂമോണിക്സ് ഇല്ലാതെ ഓർക്കാമെന്ന് തോന്നുന്നു അല്ലെ? എന്നാലും ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി ആയിട്ട് ടേക്ക് ജ്യൂസ്. ഓക്കെ, then take a juice. After taking the juice, take a juice. Okay, അതെന്താ? സീനോസോയിക്. സീനോസോയിക്കിൽ ഏതൊക്കെയാ? ടേർഷറി, കോട്ടൺ. ഓക്കെ, ഇപ്പൊ കുറച്ച് കൂടുതലുണ്ടല്ലേ? അതും കൂടെ ഓർക്കാൻ അതിനെന്തായാലും ഒരു ആവശ്യമുണ്ട്. നോക്കാം. Put eggs on my plate, please honey. Put Paleocene, Eocene, eggs on, Oligocene, my Miocene, Pliocene, plate, again please Pleistocene, please honey follows. Okay, അപ്പൊ ഇത് ഞാൻ ടൈം കളയുന്നില്ല. ഇതൊരിക്കൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും മറക്കത്തില്ല. പാലിയോസോയിക് ഓർക്കാനുള്ള ന്യൂമോണിക് എന്താ? പാലിയോസോയിക് പീരീഡ്, പാലിയോസോയിക് പീരീഡിലെ പാലിയോസോയിക് ഇറയിലെ പീരീഡ് ഓർക്കാനുള്ള ന്യൂമോണിക് ഏതാ? സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. ഇതിപ്പോ പെട്ടെന്ന് ഒരിക്കൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളങ്ങ് ഓർക്കത്തില്ല. ഒന്ന് മേക്ക് ഇറ്റ് ബൈ ഹാർട്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാം. അപ്പൊ ഇവിടെ the eons are the largest interval unit into which the geological time is divided. There are 4 geological eons. They are Hadean, Archean, Proterozoic, and Phanerozoic. The first 3 eons, namely Hadean, Archean, and Proterozoic eons, are together known as Precambrian. Hadean, the first eon of geological time scale is the Hadean eon. The interval of time in Hadean eon is from 4,600 million years ago to 4,000 million years. No recovered. ഞാൻ അത് വീണ്ടും ഫിഗർ കാണിച്ചിട്ടുണ്ട്. നോക്കാം. ഇത് നേരത്തെ ഇതിപ്പോ നിങ്ങൾ ഓർഡർ ആയിട്ടെല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഘട്ടമാണ് ഓരോ സമയം ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാം. ആദ്യം
ഇവിടെ ഈ പ്രീ കാംബ്രിയൻ എന്ന് പറയുന്ന ഇറയില് എന്ന് പറഞ്ഞാൽ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്രോസോയിക് എന്നീ ഇയോൺസുകളില് നടന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം, ഇവിടെ 4600 to 4000 ഈ കാലഘട്ടത്തില് എന്താണ് ഫോർമേഷൻ ഓഫ് എർത്ത് ഇത്രയും കാലഘട്ടത്തിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ഓർമ്മിച്ചിട്ട് വരുത്തി. ഇപ്പോൾ +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്ത് ഉണ്ടായത്, ഫോർമേഷൻ എർത്ത്. +2 ടെക്സ്റ്റ് എല്ലാം ഇപ്പൊ പഠിക്കുന്നവരുണ്ടല്ലോ, പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. പറഞ്ഞേ, എന്താണ് +2 പറഞ്ഞിട്ടുള്ളത്? 4 ബില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇതിന്റെ മില്യന് കൂടെ മനസ്സിലാക്കാം. 4600 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മില്യൺ. അപ്പൊ 4600 മില്യൺ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ബില്യൺ എത്ര വരും? ബില്യൺ കൂടെ മനസ്സിലാക്കുന്നു. ബില്യൺ എത്ര വരും? എത്ര? 4.6 ബില്യൺ. അപ്പൊ നമ്മള് ഏതാണ്ട് 4.6 4.5 എന്തെങ്കിലും ഇവിടെ വരും. അപ്പൊ ഏതാണ്ട് ഈ കാലഘട്ടത്താണ് എർത്ത് ഫോം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ബിറ്റ്വീൻ ടൈമിൽ നമ്മൾ ഈ പറയുന്നുണ്ട് ഫോർമേഷൻ എർത്ത് എന്ന് പറഞ്ഞാൽ ഹാഡിയൻ കാലഘട്ടത്തിലെ ഫോർമേഷൻ എർത്ത്. പക്ഷെ നോ റോക്സ്, ഓർത്തിരിക്കുക, ഞാൻ എഴുതിയിട്ടില്ല. സെഡിമെന്റ്. അപ്പൊ ശരിക്കും നോ റോക്സ്, ആ റോക്സ് ഇല്ലാത്ത കാലഘട്ടം എന്നെല്ലാം ചോദിക്കും. ഓർത്തോളാം, നമ്മള് ഇതിവിടെ നോട്ട് നോ എർത്ത്, സോറി, നോ റോക്സ്. ദെൻ അടുത്ത കാലഘട്ടത്തെ അടുത്തെന്താ? ആർക്കിയൻ, അല്ലെ? അപ്പൊ ആർക്കിയൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ ലൈഫ് ജസ്റ്റ് ബിഗിൻസ് ടു ഇവോൾവ്. അതാണ് ലൈഫ് ബിഗിൻ ടു ഇവോൾവ്, ഓർത്തിരിക്കുക. അപ്പൊ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3.8 ബില്യൺ ഇയേഴ്സ് എന്നെല്ലാം പറയും നമ്മൾ ലൈഫ് ജസ്റ്റ് ബിഗിൻസ് എന്ന് പറയുന്നത്. ചിലതില് 4 ബില്യൺ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ചില ടെക്സ്റ്റുകളിൽ, ഇന്ത്യൻ ഓതറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഈ കാലഘട്ടം. നമ്മളെല്ലാം മനസ്സിൽ വെക്കണം ഇത്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് വായിക്കും. അപ്പൊ അതാണ് ഈ കാലഘട്ടം, ആർക്കിയൻ കാലഘട്ടം. ഇപ്പൊ എവിടെ വരും? ബിറ്റ്വീൻ എപ്പോഴും പറയും? ബിറ്റ്വീൻ പറഞ്ഞ 4000 to 2500, അല്ലെ? അപ്പൊ ഏതാണ്ട് ലൈഫ് നമ്മൾ അറിയാമല്ലോ, എർത്ത് ഉണ്ടായി 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ലൈഫ് ഉണ്ടായെന്നെല്ലാം നമ്മൾ +2 ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് 4000. അപ്പൊ ഏതാണ്ട് 3.8 മില്യൺ ഏതാണ്ട് ഇവിടെ വരും. അതൊന്നും ഈ മില്യൺസ് ഒക്കെ വെറും 5 or 6 പിന്നെ ഇയർ ഒന്നും അല്ല, ഒരു വ്യത്യാസമൊന്നും അല്ല പറയുന്നത്. അപ്പൊ ഇതിന്റെ ചെറിയ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 3.8. അപ്പോ നമുക്കിപ്പോ എന്തെല്ലാമായി? ഇപ്പൊ മെയിൻ പോയിന്റുകളൊന്നും ഓർത്ത്. ഹാഡിയൻ പീരീഡിൽ എന്താ ഓർക്കേണ്ടത്? നോ റോക്സ്, അല്ലെ? ഫോർമേഷൻ ചെയ്യാത്ത അവിടെ നോ റോക്ക്. ആർക്കിയൻ എന്ന് പറയുന്ന ഇയോണില് അവിടെ ലൈഫ് ബിഗിൻ ടു ഫോം, അല്ലെ? ഇനി അടുത്ത പ്രോട്രോസോയിക്കില് നിങ്ങൾ മിക്കവാറും താഴ്ന്ന ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രോട്രോസോയിക്കില്? പെട്ടെന്ന് ഓർമ്മിക്കുക, എന്താണ് പ്രോകാരിയോട്സ് എന്ന് മറന്നു പോകാതിരുന്നാൽ മതി. പ്രോട്രോസോയിക്. അപ്പൊ പ്രോട്രോസോയിക്കിനെ ചിലര് പീരീഡ് ആയിട്ട് പിന്നെ അല്ലെങ്കിൽ ഇറായിട്ട് പിന്നെ ഇതൊക്കെ പറയാറുണ്ട്. പ്രോട്രോസോയിക് ഇറായില് പ്രോകാരിയോട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോട്രോസോയിക് അഥവാ അവര് ഇറായിലാണെങ്കിലൂടെ ഇത് ചോദിച്ചാലും പ്രോട്രോസോയിക് എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്സ്, അതൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇവിടെ ലൈഫ് ബിഗിൻ ടു ഫോം എന്ന് പറയുമ്പോൾ സ്ട്രോമറ്റോലൈസ് പോലെ, സ്ട്രോമറ്റോലൈസ് തന്നെ ഏതോ ഒരു എക്സാമിന് സ്ട്രോമറ്റോലൈസ് ഫോർമേഷൻ അത് പല ഇറയിൽ തന്നെ തെറ്റിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇറ പോലും ഇറയൊക്കെ തെറ്റിച്ച് ചോദിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുക, അല്ലെ? ഇത് ഇറയും ആർക്കിയൻ. അപ്പൊ നമുക്ക് എന്ന് പറയാം, ആർക്കിയനില് ഇയോണിൽ ഏതാണ് ആർക്കിയനിൽ പറയാം, അല്ലെ? ഇനി അല്ലാതെ നമുക്ക് സ്ട്രോമറ്റോലൈസ് എപ്പോഴും ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇറയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? പ്രീ കാംബ്രിയൻ ഇറ ചോദിക്കുക. അപ്പൊ സ്ട്രോമറ്റോലൈസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയില്ല. ആ വേർഡ് സ്ട്രോമറ്റോലൈസ് എന്ന് പറഞ്ഞ് പ്രത്യേക വേർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ വേർഡ് കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രോമറ്റോലൈസ് പ്രോകാരിയോട്സ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. Archean. The oldest rocks known
on earth was deposited during the Archean eon, which is dated from 4,000 million years to 2,500 million years. Sedimentary rocks deposited in the ocean during the Archean eon contain microscopic life forms. Stromatolites formed by colonies of stromatolites എന്താണെന്നുള്ളത് is formed by നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. colonies of photosynthesizing bacteria known as cyanobacteria പോലുള്ളത് മനസ്സിലാക്കാം. അപ്പോ ഇവിടെ ഈ പ്രോകാരിയോട്സിന്റെ കാലഘട്ടം ഇവിടെ പ്രോട്ടോസോയിക് എന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഉണ്ടായത്. അപ്പൊ ശരിക്കും സൈനോബാക്ടീരിയ ഉണ്ടായി, അപ്പോൾ അത് പ്രോകാരിയോട്സ് അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ അതല്ല, ശരിക്കും വ്യക്തമായിട്ടുള്ള കൂടുതലായിട്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ് പ്രോട്ടോസോയിക്കിനെ പറയുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് ബിഗിൻ ഫോം അല്ലെ. അപ്പൊ സ്ട്രോമറ്റോലൈസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രോമറ്റോലൈസ്? കോളനീസ് ഓഫ് ഫോട്ടോസിന്തസൈസിങ് ബാക്ടീരിയ സൈനോബാക്ടീരിയ ലിവ്ഡ് ഇൻ ഷാലോ വാട്ടർ. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി നമുക്ക് ഓരോ സ്ലൈഡിൽ പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ആദ്യം പാലിയോസോയിക്. പാലിയോസോയിക് ഓരോ ഇറയും നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം. പാലിയോസോയിക് ഇറയെ നമ്മൾ സാധാരണ ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ് എന്നാണ് പറയുന്നത്. എന്താണ് ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്? എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത ഒരൊറ്റ പോയിന്റ് ഇവിടെ എഴുതിയിട്ടില്ല. ആവശ്യമുള്ളത് പോലും ചിലത് കയറ്റാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എസെൻഷ്യൽ പോയിന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോ പാലിയോസോയിക് ഇറ നമ്മൾ പറയും ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്. ഇവിടെ ആദ്യത്തെ കാംബ്രിയൻ ആണല്ലോ. അല്ല, പാലിയോസോയിക് ഇറയെ ഓർമ്മിക്കാനുള്ള ന്യൂമോണിക് ഞാനിപ്പോ ചോദിക്കുന്നില്ല, പഠിച്ചു വെക്കണം. കാംബ്രിയൻ, ഓർഡോവിസിയൻ, സൈലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ. ഓരോ കാലഘട്ടം നോക്കാം. കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ പാലിയോസോയിക്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ നമ്മൾ ട്രൈലോബൈറ്റ്സ് ഒക്കെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ 2 ലൈനിന്റെ ഇടയ്ക്കൂടെ എഴുതിയിരിക്കുന്നു അല്ലേ. അത് ചില ടെക്സ്റ്റുകളിൽ ചിലപ്പോൾ കാംബ്രിയൻ എന്നോ ചിലപ്പോൾ ഓർഡോവിസിയൻ എന്നോ, അത് അടുത്തടുത്തുള്ളതിൽ തെറ്റിക്കാൻ സാധാരണ രീതിയിൽ അങ്ങനെ ചോദിക്കാറില്ല. കാംബ്രിയനിലാണോ ഓർഡോവിസിയനിലാണോ? ചിലപ്പോൾ ചോയ്സിൽ കാംബ്രിയൻ അല്ലെങ്കിൽ ഓർഡോവിസിയൻ തന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും. ഇപ്പൊ പെർമിയൻ തന്നാൽ അല്ല അടുത്തടുത്തുള്ള സാധാരണ വരാൻ സാധ്യതയില്ല എന്നല്ല ബിറ്റ്വീൻ ഉള്ളത്. അപ്പൊ അപൂർവം ചിലതെല്ലാം അങ്ങനെ കുഴക്കാൻ വന്നു പോകും, കഴിയുന്നത് അങ്ങനെ വരത്തില്ല. അപ്പോ ഇവിടെ ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ കേംബ്രിയനും ഓർഡോവിസിയനും എന്ത് തന്നെയാണ്? ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. ഒരു കാര്യം കൊണ്ട് ഇൻവെർട്ടിബ്രേറ്റ്സ് ഏതാണ്ട് അതൊക്കെ ഉണ്ടായി വരുന്നു. ഈ മറൈൻ ഓർഗാനിസം ഒക്കെ അത് കേംബ്രിയൻ എക്സ്പ്ലോറേഷൻ എന്ന് പറയാൻ തന്നെ കാരണം ധാരാളം ഇൻഡിവിജ്വൽസ് അത് ഉണ്ടായി വരുന്നു. ഏതാ കേംബ്രിയൻ പീരീഡില് നമുക്കറിയാം. അതിന് മുമ്പായിട്ട് എന്താ പ്രോകാരിയോട്സ് എല്ലാം ഉണ്ടായതേ ഉള്ളൂ. അപ്പൊ ഈ ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം അതെല്ലാം നന്നായിട്ട് നമ്മൾ ഫ്ലറിഷ് ചെയ്ത് വരുന്നുണ്ട്. എപ്പോഴാ ധാരാളം ഉണ്ടാകുന്നു. പക്ഷെ അതിന്റെ ഡൈവേഴ്സ് ഫോം ഉണ്ടാകുന്നത് ഓർഡോവിസിയനിലാണ്. അപ്പോ ഇത് ഓരോ ചോയ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിങ് എക്കിനോഡേം എന്ന് പറയുമ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സില് നമ്മളിപ്പോഴത്തെ ക്ലാസിഫിക്കേഷനില് ഇൻവെർട്ടിബ്രേറ്റ്സിൽ ആദ്യം ഉണ്ടായത് ഏതാ? ഏത് ഫൈലം? പ്രോട്ടോസോയാണോ? അല്ലേ അത് പ്രോട്ടിസ്റ്റ അല്ലേ? പണ്ടത്തെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ അത് നമ്മൾ പറയുന്നത്. ഇപ്പോഴും അവിടെ നിൽക്കുകയാണോ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യം ഏതാ പറഞ്ഞേ? ഏതാ? ഓക്കെ, ലാസ്റ്റ് അവസാനത്തെ ഏതാ? അപ്പൊ അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻക്ലൂഡിങ് എക്കിനോഡോമിക്സ് ആണ് ഞാൻ അത് കൊടുത്ത അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ എല്ലാം ഈ നമ്മൾ നൂല് പിടിച്ചതുപോലെ ആദ്യം പോറിഫറ, അടുത്ത സീലൻഡ്രേറ്റ്, അങ്ങനെ അല്ല. അതിന്റെ ഒറിജിൻ തന്നെ എന്താ ജീൻ
ലീനേജ് ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. എന്തായാലും ഇവിടെ നമുക്ക് പ്രോട്ടോസോവൻസ് നമുക്ക് പറയാം വേണമെങ്കിൽ. ഞാൻ എന്നാലും ഫൈക്കണ്ട ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പ്രോട്ടിസ്റ്റ ആണെങ്കിലും കാര്യം നേരത്തെ പ്രോകാരിയോട്സ് അല്ലേ കൂടുതലും വന്നത്, അതിന് മുമ്പുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പോ യൂക്കാരിയോട്ടിക് പ്രോട്ടോസോവൻസ് ഒക്കെ വന്നാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇൻവെർട്ടിബ്രേറ്റ്സ് ഒരു കാലഘട്ടമാണ് അല്ലെ എന്ന് പറഞ്ഞാൽ കേട്ടോ, ട്രൈലോബേറ്റ്സ്. അപ്പൊ ഇവിടെ ഇത്രയും ക്ലിയർ ആയോ? അടുത്ത കൊണ്ട് പോകാമല്ലോ അല്ലെ. അപ്പോ പാലിയോസോയിക് ഇറയിലെ ഇറ എന്ത് പറയും നമ്മള്? ഇറ മൊത്തം എന്ത് പറയും? ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്. അതെ, ഏൻഷ്യന്റ് ആയിട്ടുള്ള ലൈഫ് ഇപ്പോഴല്ലേ ഈ ഇറയിലല്ലേ ഇതാ ധാരാളം ഉണ്ടാകുന്നത്. ഇത് അടുത്തതിലേക്ക് ഞാൻ വരാം. കാര്യം അതിനു മുമ്പ് ഇതൊന്നും ഒരു ഏൻഷ്യൻ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ടുണ്ടായില്ല. പ്രോകാരിയോട്സ് ഒക്കെ ഉണ്ടായതേ ഉള്ളൂ. അപ്പൊ ഏൻഷ്യൻ ലൈഫ് അതിന്റെ ഒരു ഇറയാണ് പാലിയോസോയിക് ഇറ. അതില് കേംബ്രിയൻ എക്സ്പ്ലോഷൻ എപ്പോഴാണ്? കേംബ്രിയൻ എക്സ്പ്ലോഷൻ എപ്പോഴാണ്? കേംബ്രിയൻ എക്സ്പ്ലോഷൻ ഏത് പീരീഡിലാണ്? കേംബ്രിയൻ അല്ലേ? ഓക്കെ, ആർക്കും അറിയാമല്ലോ. ഓക്കെ. അപ്പൊ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് അവിടെ പറയാൻ കാരണം എന്താ എക്സ്പ്ലോഡ് ചെയ്തത്? മേജർ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം, മേജർ എന്ന് പറയണ്ട, ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം വളരെയധികം ഉണ്ടായി. അതങ്ങ് ഡൈവേഴ്സിഫിക്കേഷൻ നടന്ന എല്ലാ പിന്നെ ഡോമിനന്റ് ആയിട്ടുള്ള എല്ലാ ഇൻവെർട്ടിബ്രേറ്റ്സും എക്കനോഡംസ് ഒക്കെ അതുവരെ ഉണ്ടായ ആ ഡൈവേഴ്സിഫിക്കേഷൻ വന്നത് എപ്പോഴാണ്? ഓക്കെ. ഇനി ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് അതുകൊണ്ട് നമുക്ക് ഈ കേംബ്രിയനെ ഓർഡോവിസിയനെ പറയാം. ഇനി ഇത് മറക്കരുത്. ഓക്കെ. ദെൻ അടുത്തൊരു മാസ് എക്സ്റ്റിങ്ഷൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പലതും ഒരു ഇത് എന്താണ്, ഈ നമുക്കറിയാമല്ലോ പല കാലഘട്ടത്തിലും പല തരത്തിലുള്ള എക്സ്റ്റിങ്ഷൻ വന്നു അല്ലെ. അതിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള മാസ് എക്സ്റ്റിങ്ഷൻ ആണ് ഓരോ കാലഘട്ടം ഞാൻ കൊടുത്തിട്ടുള്ളത്. അത്രയും പഠിക്കുക. അപ്പോൾ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ എല്ലാം വരുന്നു. അതിൽ ഈ ഉണ്ടായതിൽ കുറെയൊക്കെ പോകുന്നുണ്ട്. അടുത്ത് സൈലൂറിയൻ. ഇതിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഇവിടെ അനിമൽസിന്റെ ആണ് പറഞ്ഞത്. അതുപോലെ പ്ലാന്റ്സിൽ എന്തൊക്കെ ഉണ്ടായിക്കണം? പ്ലാന്റ്സിന്റെ ലോവർ ഫോം എന്തൊക്കെ ഉണ്ടാകും? ആൽഗ ഉണ്ടായിക്കാണും അല്ലെ. ആൽഗ. അടുത്ത് ഏതാ? ആൽഗ കഴിഞ്ഞ് ടെറഡോഫൈറ്റ്സ് ആണോ പഠിച്ചിട്ടുള്ളത്? ആൽഗ, ബ്രയോഫൈറ്റ്സ് അല്ലെ, ടെറഡോഫൈറ്റ്സ് അതൊക്കെയാ. അപ്പോ ഇവിടെ ആൽഗ, ബ്രയോഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിക്കണം അല്ലെ. അടുത്തത് ടെറഡോഫൈറ്റ്സ് ഒക്കെ ഉണ്ടോ. ലാൻഡ് പ്ലാന്റ്സ് നമുക്കറിയാം. ബ്രയോഫൈറ്റ്സ് വെള്ളവും കരയും വേണം അല്ലെ. അപ്പൊ ഇവിടെ ഏതാ ടിപ്പിക്കൽ ലാൻഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകും. അതിൽ റിനിയ ലൈക്ക് പ്രിമിറ്റീവ് ടെറഡോഫൈറ്റ്സ് ഉണ്ടോ. റിനിയ പ്രിമിറ്റീവ് ടെറഡോഫൈറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഉണ്ടോ ടെറഡോഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇതിങ്ങനെ ഓർഡർ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ന്യൂമോണിക്സും കൂടെ പഠിക്കുമ്പോൾ ഇതങ്ങ് ബൈ ഹാർട്ടായി. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അത് കണ്ടിട്ട് ഏത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോ പാലിയോസോയിക് ഇറയിലെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഡിവോണിയൻ അത് ഏത് ഏജ് എന്നറിയാമോ? അനിമൽ വെച്ചാണ് ഇതിനൊക്കെ ഏജ് മിക്കവാറും പറയുന്നത്. എന്നാൽ പ്ലാന്റ്സിനെ ചേർത്ത് പറയും. അത് ഞാൻ പറഞ്ഞുതരാം. ഏജ് ഓഫ് ഫിഷസ്, ഡിവോണിയൻ പീരീഡ്, ഏജ് ഓഫ് ഫിഷസ്. അപ്പോ ഏതാണ്ട് അതിന് മുമ്പുള്ള ഈ കാലഘട്ടം പ്ലസ് ടുവിൽ കൊടുത്തിട്ടുണ്ട്. ഏനെതെല്ലാം ഉണ്ടായ കാലഘട്ടം അത് ഏതാണ്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടമാണ്. അപ്പോ ഏനേതൽ നിന്ന് ആണല്ലോ പിന്നീട് നാദോസ്റ്റോമാറ്റ ഉണ്ടാകുന്നത്. നാദോസ്റ്റോമാറ്റിൽ ആദ്യത്തെ ഫിഷസ് ആണല്ലോ. അപ്പൊ ഏജ് ഓഫ് ഫിഷസ് ഫ്ലറിഷ് ചെയ്തിരുന്ന കാലഘട്ടം ഏതാണ്? ഏജ് ഓഫ് ഫിഷ് ഏതാണ്? ഏത് പീരീഡ് ആണ്? ഡിവോണിയൻ പീരീഡ്. ദെൻ അടുത്ത് വരുന്നു ഒറിജിൻ ഓഫ് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസ് ഒറിജിൻ ചെയ്യുന്നു. പക്ഷെ ഫിഷസ് കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്? ഏജ് ഓഫ് ആംഫിബിയ. ആംഫിബിയ ഒറിജിൻ ചെയ്തത് എപ്പോഴാണ്? ഡെവോണിയൻ, തൊട്ട് മുമ്പ്. അപ്പൊ ഇത് ന്യൂമോണിക്സ് വെച്ച് നിങ്ങൾ ആദ്യം അതങ്ങ് മനസ്സിലാക്കണം. ഏജ് ഓഫ് ആംഫിബിയ ആണെങ്കിൽ അതിന് മുമ്പുള്ളതിലായിരിക്കും ഒറിജിൻ ഓഫ് ആംഫിബിയ വന്നത്. അങ്ങനെയാ പഠിക്കേണ്ടത്. അപ്പൊ ഒരിക്കലും തെറ്റത്തില്ല. മനസ്സിലായോ? അപ്പോ ഏജ് ഓഫ് ആംഫിബിയ കാർബോണിഫറസ് ആണെങ്കിൽ പിന്നെ ഏജ് ഓഫ് ഫിഷസ് എപ്പോഴായിരിക്കും? ഡിവോണിയൻ. ആ ഡിവോണിയനിലായിരിക്കും. അപ്പോ
ആംഫിബിയയുടെ ഡിവോണിയൻ തന്നെ അല്ലേ? മറക്കത്തില്ലല്ലോ. ഓക്കെ, ഇത് ലോങ് ടേം മെമ്മറിയിൽ ആക്കി വെക്കണം തന്നെ. അപ്പോൾ അടുത്ത് പെർമിയനിൽ ഇതാ വേറെ 2-3 കാര്യങ്ങളുണ്ട്. പെർമിയൻ വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു മാസ് എക്സ്റ്റിങ്ഷൻ. ഇതൊരു മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ആണ്. ഇവിടെ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ വന്നു, ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഇവിടെ വരുന്നുണ്ട് കുറെ. ഇതൊരു മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ആണ്, മറക്കരുത്. അതിനെ പെർമിയൻ എക്സ്റ്റിങ്ഷൻ എന്ന് പറയാറുണ്ട്. ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പാലിയോസോ ഇറയിൽ ഒത്തിരി കാര്യങ്ങളാണുള്ളത്. ഒന്നുകൂടെ ഓർക്കുക, ഇവിടെ 2 എക്സ്ട്രീമാണ്. കേംബ്രിയൻ എക്സ്പ്ലോഷൻ, ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം ധാരാളം ഉണ്ടായി, ഡൈവേഴ്സിഫൈ ചെയ്തൊക്കെ ധാരാളം ഉണ്ടായി. പിന്നെ അതിനുശേഷം പിന്നെ ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽസ് എല്ലാം ഒറിജിനൽ റെപ്റ്റൈൽ ആയതേ ഉള്ളൂ. ഒറിജിനൽ റെപ്റ്റൈൽ ആണെങ്കിൽ അടുത്ത് പെർമിയനില് ഏജ് ഓഫ് ആംഫിബിയൻ അല്ല റെപ്റ്റൈൽ എന്നൊന്നും വിചാരിക്കരുത്. അത് പിന്നെ എന്താണ് മീസോസോ ഇറയാണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ഇതുവരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് അതുപോലെ അതങ്ങ് ചിന്തിച്ചു കളയരുത്. അപ്പൊ ഒറിജിനൽ റെപ്റ്റൈൽസ് ഒക്കെ വരുന്നു, കാർബോണിഫറസ് ഒക്കെ ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ റെപ്റ്റൈൽസ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത് പാലിയോസോയിക് മീസോസോയിക്കിലാണല്ലോ റെപ്റ്റൈൽസിന്റെ കാലഘട്ടം. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മനസ്സിലാകണം. ഓക്കെ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക. അടുത്ത മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ഞാൻ പറഞ്ഞു, അതാണ് പെർമിയൻ എക്സ്റ്റിങ്ഷൻ എന്നെല്ലാം പല ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലും കണ്ടു കാണാം. മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ഇപ്പോഴില്ലേ, മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ഇവിടെ നടന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ധാരാളം ഉണ്ടായിരിക്കുക. അതിലൊന്ന് വളരെയധികം ഒരു ഈ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എക്സ്റ്റിങ്ഷൻ വന്നു. അത് ഇനി പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ വന്നല്ലേ ഈ ഓരോ ഇറ ഇങ്ങനെ മാറി മാറി. അപ്പലാച്ചിൻ റെവല്യൂഷൻ ഇങ്ങനെ നമ്മൾ കേട്ടിരിക്കും അല്ലേ. അപ്പൊ ഓരോ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഭൂമിയിൽ വരുന്ന വ്യത്യാസം വരുന്നതാണ്. ഇങ്ങനെ എനിവേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എന്നാലേ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഇനി പല ക്വസ്റ്റ്യൻസിലും നെറ്റിന്റെ ക്വസ്റ്റ്യൻ ലിസ്റ്റിലും പാൻജിയ ചേർത്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? പാൻജിയ ഏത് കാലഘട്ടം എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. കണ്ടിട്ടില്ല എങ്കിൽ നെറ്റിന്റെ ക്വസ്റ്റ്യനിൽ ഒക്കെ നോക്കിയാൽ അറിയാം. എന്താണെന്ന് അതുകൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ ഡ്യൂറിങ് ലേറ്റ് പാലിയോസോയിക് ഇറ എന്ന് പറയുമ്പോ ഏതാണ് ലേറ്റ് പാലിയോസോയിക് ഇറ? അപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, അപ്പൊ ലേറ്റ് പാലിയോസോയിക് ഇറ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പെർമിയൻ പീരീഡ് ഒക്കെ, പെർമിയൻ ഈ കാർബൺ ലേറ്റ്. ഈ സമയത്ത് ദ കോണ്ടിനെന്റ് വി നൗ നോ ആസ് നോർത്ത് അമേരിക്ക വാസ് കോണ്ടിഗ്യസ് വിത്ത് ഏതുമായിട്ട് ചേർന്നിരുന്നു? വിത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. all exist as a single supercontinent called Pangaea. മറക്കരുത്. അതിനെ ചുറ്റി ഉള്ള സമുദ്രത്തെ എന്ത് പറയും? പഠിച്ചിട്ടില്ലേ പാൻജിയ? ഇതൊക്കെ അറിയത്തില്ല അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്നും മനസ്സിൽ കണ്ടെല്ലാം മനസ്സിൽ വയ്ക്കുക. ഇതിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യന് വേണ്ടി എങ്ങനെ വേണ്ടി പഠിക്കരുത്. അപ്പൊ ഈ കാലഘട്ടം വന്നപ്പോ എന്താ ഒരു പെർമനന്റ് എക്സ്റ്റിങ്ഷൻ വന്നു. അപ്പൊ ഇന്ന് എനിവേ നമ്മളിത് ആലോചിക്കുക, ഇങ്ങനെ ഉള്ള ഒരു എക്സ്പ്ലോറേഷനൊക്കെ വന്നു കാണും. എന്തോന്നാ അതുവരെ ഇതിന്റെ ആ ലേറ്റ് അല്ലെ എന്ന് പറഞ്ഞാൽ പാലിയോസോയിക്കിന്റെ എൻഡില് അപ്പോഴാണ് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ വന്നത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു മാസ് എന്താണ്? രാജ്യങ്ങളുടെ അല്ലെ ആലോചിക്കുക. ഏതാണ് ഇന്നറിയപ്പെടുന്ന, അതായത് ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കുക, ദ കോണ്ടിനെന്റ് വി നൗ നോ ആസ് നോർത്ത് അമേരിക്ക വാസ് കോണ്ടിഗ്യസ് വിത്ത് ഏതുമായിട്ട്? ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്.
all existed as a സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ്. അതാണ് പാൻജിയ. ആ പാൻജിയ ചുറ്റിയുള്ള ആ സമുദ്രം എന്തായിരുന്നു? അതിനെ പാന്തലസ. ഇനി അടുത്തതിൽ പോവാമല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും തീർന്നു കഴിയുമ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ്, മിനിമം 1. ഓക്കെ, അടുത്തതിൽ പോകാമല്ലോ. അടുത്തത് മീസോസോയിക്. ഇതിൽ പിന്നെ മറ്റതുപോലെ എത്രത്തോളം കൂടുതൽ പറയാൻ കാര്യമില്ല, പലർക്കും അറിയാമായിരിക്കും അല്ലെ. മീസോസോയിക് പലരും ഗോൾഡൻ ഏജ് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽ ഒറിജിൻ ചെയ്ത എപ്പോഴാ? ഫസ്റ്റ് റെപ്റ്റൈൽ മറന്നുപോയത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഒരിക്കൽ കണ്ടതുകൊണ്ട് പെട്ടെന്ന് മറന്നുപോകും. എന്താ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏത് ഏജാ? അപ്പൊ ഏജ് ഓഫ് വാട്ട്? ഇത് ഏജ് ഓഫ് റെപ്റ്റൈൽസ് കാർബോണിഫറസ് പീരീഡോ? 5ാം ക്ലാസ്സുള്ള കുട്ടികൾക്ക് അറിയാമല്ലോ ഇത്. റെപ്റ്റൈലിന്റെ കാലഘട്ടം മീസോസോയിക് അല്ലേ? ഞാൻ ചോദിച്ച ഒറിജിൻ ഓഫ് റെപ്റ്റൈൽ കാർബോണിഫറസ്. അതായത് ഏജ് ഓഫ് ആംഫിബിയ, പക്ഷെ റെപ്റ്റൈൽസ് ഒറിജിൻ ചെയ്തു. ഇത് ഒന്നുകൂടെ നിങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് കണ്ടാൽ മതി. അതെ, ഇതിലുള്ളത് 95% വരുള്ളൂ, 99%. അപ്പൊ ഇവിടെ നോക്കാം. ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് മീസോസോയിക്. ഡിനോസോർസ് നന്നായിട്ട് അത് വാണിരുന്ന കാലം എപ്പോഴാ? ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ് എപ്പോഴാണ്? ജുറാസിക് പാർക്ക് സിനിമ എല്ലാം കണ്ടു കാണും അല്ലെ? നമുക്കറിയാം ജുറാസിക് പാർക്ക് അങ്ങനെ പേര് കിട്ടാൻ കാര്യം അതാണ്. എന്നാൽ ഡിനോസോർസ് ഉണ്ടായി വന്നത് എപ്പോഴാണ്? ഡിനോസോർസ് അപ്രത്യക്ഷമായത് പിന്നെ ഏതാണ്ട് എക്സ്റ്റിങ്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? പറഞ്ഞൂടെ? ക്രെറ്റേഷ്യസിന്റെ എൻഡിലാണ് അല്ല, ക്രെറ്റേഷ്യസ് പീരീഡിലും ഇതുകൊണ്ട്. അതുകൊണ്ട് അതിന്റെ അതിനുശേഷം ഇപ്പൊ അതിന്റെ കാലഘട്ടം 66, ഈ 66 ശേഷമുള്ള കാലഘട്ടം വരെ ചിലപ്പോ 66 ഇതെല്ലാം 1ഉം 2ഉം മാറ്റിയൊന്നും തരത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. 65 അല്ലെങ്കിൽ 66 എന്നുള്ള 65 ആയപ്പോഴ് ഇതായിപ്പോയി അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അപ്പൊ ഇതിന്റെ ചിലപ്പോ 60 അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടം കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റിയതാണ്. ചിലപ്പോ നിയർലി 100 എന്നെല്ലാം തരും. അതെല്ലാം എക്സ്റ്റിങ്ഷൻ വരും. ഓക്കെ, പിന്നെ നമ്മുടെ മീസോസോയിക് കഴിഞ്ഞിട്ട് എന്താണ് ശരിക്കും? സീനോസോയിക്. സീനോസോയിക്കിന്റെ ആദ്യത്തെ കാലഘട്ടം കൂടെ ചേർത്ത് ചോദിക്കും. എപ്പോഴാണ് എന്തിന്റെ എക്സ്റ്റിങ്ഷൻ? എന്താ റജി ഇവിടെ തന്നെ ഇരിക്കുകയാണ്? എന്തിന്റെ എക്സ്റ്റിങ്ഷൻ? എന്തിന്റെ എക്സ്റ്റിങ്ഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്? ഡിനോസോഴ്സ് ഉണ്ടായി വന്നത് എപ്പോഴാണ്? ഫ്ലറിഷ് ചെയ്തിരുന്നത് ജുറാസിക്. എക്സ്റ്റിങ്ഷൻ എപ്പോഴാണ്? ക്രെറ്റേഷ്യസിന്റെ ബിഗിനിങ്ങിലാണോ? ഞാൻ അതിന്റെ അല്ലേ ഇപ്പൊ ചോദിച്ചത്. അപ്പൊ ക്രെറ്റേഷ്യസിന്റെ ഡിനോസോഴ്സിന്റെ എക്സ്റ്റിങ്ഷൻ അവർക്ക് വർഷം ഏതെല്ലാം വെച്ച് ചോദിക്കാം? ഓരോരുത്തരുടെ ഇംഗിതം വെച്ചൊക്കെ ചോദിക്കാം. ചിലപ്പോ 60 മുതൽ ചിലപ്പോ 100 വെച്ച് പോലും ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത് വേണം. ആ ചോയ്സ് തന്നിട്ടുള്ളതിൽ ഇപ്പൊ 102 അല്ലെങ്കിൽ ചിലപ്പോ അടുത്തെന്താണ് സീനോസോയിക്കിന്റെ ബിഗിനിങ്ങിൽ വെച്ച് ചോദിച്ചൂടെ അല്ലേ? അപ്പൊ ഏതാണ്ട് ഇതെല്ലാം വരാം അപ് ടു ആ കാലഘട്ടം. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ ക്രെറ്റേഷ്യസിന്റെ പിന്നെ ഡിനോസോഴ്സിന്റെ എക്സ്റ്റിങ്ഷൻ വരുന്ന കാലഘട്ടം സാധാരണ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയല്ല വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. അല്ല സാറ് പറഞ്ഞു ക്രെറ്റേഷ്യസ് എന്ന് പറയുമ്പോ അപ്പൊ ഇത്രയും കാലഘട്ടം വെച്ച് വരുമോ എന്നുള്ളതല്ല. ആ കാലഘട്ടം നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണം. ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നവരുടെയും
ചില പിന്നെ ഒരു ഊഹാപോഹങ്ങളൊക്കെ കാണും, മനസ്സിലായല്ലോ. അതുകൊണ്ട് അതൊന്നും ഒരു കൃത്യമായിട്ട് നൂല് പിടിച്ചതുപോലെ ഇതുപോലെ 66, 65 അങ്ങനെ അല്ല. അപ്പൊ ഏതാണ്ട് ഇതിന്റെ ഒരു ലാസ്റ്റ് പീരീഡ് മറ്റേ സീനോസോയിക്ക് പിന്നെ ഇവരുടെ ബിഗിനിങ് വെച്ചൊക്കെ ചോദിക്കും. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ദെൻ ട്രയാസിക്കില് ഫസ്റ്റ് ഡിനോസാർ, ഫസ്റ്റ് മാമലും വന്നു. ഫസ്റ്റ് മാമൽ പ്ലാന്റ്സ് വെച്ച് ചോദിക്കും. ജുറാസിക് പീരീഡില് ഡിനോസോഴ്സ് ഡോമിനേറ്റ്, അതുപോലെ പ്ലാന്റിൽ ഏതാണ് ഡോമിനേറ്റ് ചെയ്തത്? ഏതാണ്? ജിംനോസ്പേം. അപ്പൊ ജിംനോസ്പേം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ഏതാണ് ശരിക്കും? ജിംനോസ്പേം കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ജിംനോസ്പേം കഴിഞ്ഞിട്ട് വരുന്ന പ്ലാന്റ് ഏതാണ്? ആൻജിയോസ്പേം. സോ ഏർലി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നു. ഇനി ആ പ്ലാന്റ്സ് വന്നു ജുറാസിക്കിന്റെ എൻഡില്. ക്രിട്ടീഷ്യസ് പ്ലാന്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നു ക്രിട്ടീഷ്യസ്. മറക്കരുത്, ഇത് അടുത്ത കാലത്ത് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അപ്പൊ നമ്മൾ ടെറഡോഫൈറ്റ്സ്, ഫസ്റ്റ് ടെറഡോഫൈറ്റ്സ് ഒക്കെ എപ്പോഴാണ് ഉണ്ടായത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞേ. മറന്നു അല്ലേ? പെട്ടെന്ന് ഓർമ്മിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും ഇതൊക്കെ സെറ്റിന് HSST ഇതിനൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുള്ളതല്ലേ. ടെറഡോഫൈറ്റ്സ് എന്ന് കേട്ടാൽ ഒരിക്കലും മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സൈലൂറിയൻ ടെറഡോഫൈറ്റ്സ്. ദെൻ ഓക്കെ. അപ്പോ ഇവിടെ പിന്നെ അടുത്ത് ഇനി മറക്കരുത്. അപ്പോ ജുറാസിക് പീരീഡില് ഡിനോസോഴ്സ് ഫ്ലറിഷ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് ഏതാണ് ഫ്ലറിഷ് ചെയ്തിരുന്നത്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഏതാണ്ട് ജുറാസിക് പീരീഡിന്റെ ലാസ്റ്റിലോടുകൂടെ ഒക്കെ ഏതാണ്ട് ഏർലി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വന്നു. അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണ്? ഇതിങ്ങനെ ഡിനോസോഴ്സും വച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കിയിരിക്കണം. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതാ? മീസോസൊഗിറയിൽ ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് പലർക്കും അറിഞ്ഞുകൂടാത്ത. ഞാൻ പറഞ്ഞു പാൻജിയെ വെച്ച് ചോദിക്കുന്നത്. പാൻജിയുടെ ബ്രേക്കപ്പ് എപ്പോഴാണ്? പിന്നെ പാൻജ ഇൻടാക്ട് ആയിട്ട് കണ്ടത് എപ്പോഴാണ്? ഇൻടാക്ട് ആയിട്ട് ഏതുവരെയാണ് കണ്ടത്? നമ്മൾ കണ്ടു. ഏതുവരെയാണ് ശരിക്കും ഇൻടാക്ട് ആയിട്ട് ഉണ്ടായിരുന്നത്? പെർമിയൻ. അപ്പൊ അല്ലേ? അപ്പൊ അതുവരെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് കണ്ടോ? സീനോസോയിക്കിറ. നമുക്ക് മീസോസോയിക്ക് കംപ്ലീറ്റ് പറഞ്ഞല്ലേ ഞാൻ? അല്ല, നോക്കിയേ, മീസോസോയിക്കില് പാൻജിയ began to break apart. Pangea began to break apart about 200 million years ago. ഏതാണ്ട് ഈ കാലഘട്ടം കേട്ടോ, 200 million years ago, at the end of Triassic period. ഏതാണ്ട് ഈ പീരീഡ്, Triassic and beginning of Jurassic period. മറക്കരുതേ, ഏതാണ്ട് ഈ കാലഘട്ടം. അപ്പൊ ട്രയാസിക്കും ജുറാസിക്കിനും ഇടയ്ക്കുള്ള ഒരു സമയം. ചിലര് ട്രയാസിക് എന്ന് തരും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ. ചിലപ്പോ അവരുടെ ഒരു മനസ്സിലായോ, അവരുടെ അഥവാ വന്നു പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും അത് ബിറ്റ്വീൻ അതുപോലെ ജുറാസിക്. അപ്പൊ ഈ ബ്രേക്കപ്പ് ഓഫ് പാൻജിയ ഇവിടെ ജുറാസിക്കും തന്ന് പിന്നെ പ്ലീസ്റ്റോസിനും അല്ലെങ്കിൽ കോട്ടൺറിയും തരില്ല. ചിലപ്പോ തരാം, എങ്കിൽ പിന്നെ കണ്ണുടച്ച് നമുക്ക് പറയാം. പക്ഷെ അടുത്തടുത്തുള്ള തന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ക്രിട്ടേഷ്യസ് വരില്ല. അപ്പൊ ബ്രേക്കപ്പ് ഓഫ് പാൻജിയ എപ്പോഴാണ്? 200 million years ago അല്ലെ? അറ്റ് ദ എൻഡ് ഓഫ് ട്രയാസിക് ആൻഡ് ബിഗിനിങ് ഓഫ് ജുറാസിക്. ബ്രേക്കപ്പ് ഓഫ് പാൻജിയ മറക്കരുത്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം. Cenozoic. Age of mammals. Cenozoic. Cenozoic era
ഏജ് ഓഫ് മാമൽ. അപ്പോ സീനോസോയിക് ഇറയിൽ നമ്മൾ ഓർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടായി. അടുത്ത മാസ് എക്സ്റ്റിങ്ഷൻ ഇവിടെ വന്നു. കാരണം അതിന് തൊട്ട് മുമ്പായിട്ടാണ് എന്ത് നടന്നത്? സംഭവം എന്ത് നടന്നത്? ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻ അല്ലേ ഇവിടെ നടന്നത്, അല്ലേ? അപ്പൊ ആ മാസ് എക്സ്റ്റിങ്ഷൻ ഇനി അപ്പൊ മാസ് എക്സ്റ്റിങ്ഷൻ സാധാരണ ഒന്നുകൂടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പാലിയോസിൻ, റൈസ് ഓഫ് ഫസ്റ്റ് പ്രൈമേറ്റ്സ് ഉണ്ടാകും. അടുത്ത യോസിൻ, ഹോഴ്സ് ലൈക്ക് ഹൂഫ്ഡ് അനിമൽസ് ഒറിജിനേറ്റഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പലപ്പോഴും ചോദിക്കുന്നതും അതിന്റെ നാഴികക്കല്ല് നമ്മൾ പറയും, അങ്ങനെ ഉള്ളതാണ് എഴുതിയിട്ടുള്ളത്, അത് ഓർത്തിരിക്കാതെ. ഹോഴ്സ് ഇതിന്റെ യോസിൻ നമ്മൾ ഹോഴ്സിന്റെ എവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ യോസിൻ എപ്പോഴും പ്രിഡോമിനന്റ് ആയിട്ട് പറയും. അപ്പൊ ഹോഴ്സ്, അത് ഹോഴ്സ് ലൈക്ക് ഹൂഫ്ഡ് അനിമൽസ് ഒറിജിനേറ്റഡ്, യോസിൻ. അതുപോലെ അതിന് റൈസ് ഓഫ് ഏപ്സ്, മങ്കീസ് എക്സെട്ര, ഒളിഗോസിൻ. ഇപ്പൊ മാമൽസിന്റെ ഒരു ഏജ് ആണ്, അല്ലെ? ഏജ് ഓഫ് റെപ്റ്റൈൽ എന്തെന്ന് പറയുന്നത് പോലെ മീസോസോയിക് ഇറ എന്ന് പറയുന്നത് പോലെ, അല്ലെ? അപ്പൊ ഇവിടെ ആ മാമൽ, പക്ഷെ അത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, മനുഷ്യനുണ്ടാകുന്ന കാലഘട്ടം, ഓരോന്നിന്റെ തിരോധാനം ഇപ്പോഴേ അത്രയും കൂടെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോ ദെൻ മയോസിൻ, പ്ലയോസിൻ, പ്ലീസ്റ്റോസിൻ, ദെൻ ഹോളോസിൻ. ഇപ്പൊ സ്പ്രെഡ് ഓഫ് ഗ്രാസി എക്കോസിസ്റ്റം. അടുത്ത ഏർലി ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ്. ഏർലി ഹ്യൂമൻ അല്ല, ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് മറക്കരുത്. ദെൻ ഏതാണ്ട് 2.4 മില്യൺ ഇയേഴ്സ് അഗോ ഐസ് ഏജ് വരുന്നു. ഈ ഐസ് ഏജിന്റെ ടൈമിലാണ് അറൈവൽ ഓഫ് മോഡേൺ മാൻ. അതാണ് പ്ലീസ്റ്റോസിൻ. കണ്ടോ, പ്ലീസ്റ്റോസിൻ. ഓക്കെ, ഇനി അടുത്ത് ഹോളോസിനിൽ ഇത്രയും കാര്യങ്ങളിൽ കൂടെ കുറെ കാര്യമുണ്ട്, ഒന്ന് ഓർക്കുക. ഇവിടെ ഹോളോസീൻ എന്ന് പറയുന്ന ആ കാലഘട്ടം നമുക്ക് എന്താ 0.01 മില്യൺ, അതിനെ നമുക്ക് 0.01 മില്യൺ, അതിനെ ഇയേഴ്സിൽ പറഞ്ഞാൽ എത്ര വരും? 10,000 ഇയേഴ്സ് എന്ന് വരും. ഇത് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. കാര്യം ഇനി മില്യൺ ഇല്ല, ഇങ്ങോട്ട് വരുമ്പോ ഇനി പിന്നെ എന്തായി? തൗസൻഡ്സ് ആയി. അപ്പൊ ഈ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിനെ അപ് ടു ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തെ നമുക്ക് അതായത് നമ്മൾ ഇപ്പോക്കാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോക്കിന് നമ്മൾ ഇനി 3 വ്യത്യസ്ത ഒരു 3 പ്രത്യേക ഏജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഏജ്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ വരാം, ഓർത്തിരിക്കുക. അപ്പൊ അത് നമുക്ക് ആയിരങ്ങളല്ലേ അത് ഇടേണ്ടത് നമുക്ക്. അപ്പൊ അതിനെ ഞാൻ അപ്പുറത്തോട്ട് ഞാൻ കളിച്ചുതരാം. നോക്കാം. ഹോളോസീൻ ഇപ്പോക്കിനെ കണ്ടോ? അപ്പോ 10,000 ഇയേഴ്സ് ആഗോ അതിനെ ഗ്രീൻലാൻഡിയൻ, നോർത്ത് ഗ്രിപ്പിയൻ, മേഘാലയൻ. അതിൽ മേഘാലയൻ നമുക്ക് എന്താ 4,200 ഇയേഴ്സ് ആഗോ. അപ്പൊ അതായിരിക്കും ഇതില് ഇപ്പോക്കില് ലേറ്റസ്റ്റ് മേഘാലയനാണ്. മേഘാലയനിൽ ഞാൻ പറയാൻ 2 പോയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ആ കാലഘട്ടം കൂടെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഏജാണ്. ഏതാ മേഘാലയൻ ഏജ്. അപ്പൊ മനസ്സിലായ 4,200 ഇയേഴ്സ്. ഒന്നുകൂടെ ഓർക്കുക. ഇവിടെ കണ്ടോ 10,000. അപ്പൊ ഇതിന് 4,200 ഇയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ്. അത് അപ്പൊ ഹ്യൂമൻ ഉണ്ടായി പ്ലേസ്റ്റോസിൻ പീരീഡിൽ. എന്നിട്ട് പിന്നെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ സ്റ്റോൺ ഏജ്, പിന്നെ ഇങ്ങനെ മനുഷ്യന്റെ ഓരോ കാലഘട്ടം. അതിൽ ഈ മേഘാലയൻ ഏജ് അത് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്നുകൂടെ മനസ്സിലാക്കിയുള്ള. അപ്പൊ ഈ മേഘാലയൻ ഏജ് എന്ന് പറയുമ്പോൾ ഈ ലേറ്റസ്റ്റ് ഏജ് ഓഫ് ഹോളോസീൻ ഇപ്പോക്ക്. ഈ ഹോളോസീൻ ഇപ്പോക്കിന്റെ ലേറ്റസ്റ്റ് ഏജ് ആണ്. During this time, there was a worldwide drought that had wiped out many civilization of that period. നമ്മൾ ഹിസ്റ്ററിയിലെല്ലാം അല്പമെങ്കിലും ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പലതരത്തിലുള്ള സിവിലൈസേഷൻ. അപ്പൊ അപ്പോഴുണ്ടായിരുന്ന പല സിവിലൈസേഷനും പോയി. പക്ഷേ അവിടെ ആസ് ദ നെയിം ഇംപ്ലൈസ്, ജിയോളജിസ്റ്റ് ഫൗണ്ട് ഔട്ട് ദ എവിഡൻസസ് ഫോർ ദ മേഘാലയൻ ഏജ് ഫ്രം ദ കേവ്സ് ഓഫ് ഇന്ത്യൻ മേഘാലയൻ സ്റ്റേറ്റ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയത് മേഘാലയൻ സ്റ്റേറ്റില്.
അപ്പോ പിന്നെ ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാലഘട്ടമുണ്ട്. ഇസ് ദ കറന്റ് ടൈം ഇൻ വിച്ച് ഹ്യൂമൻസ് ഹാവ് ഹാഡ് ആൻ ഇനോർമസ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. നമുക്കറിയാമല്ലോ അതിന്റെ. അപ്പൊ ഹോളോസിൻ എപ്പോക്കിന്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏജ് മേഘാലയൻ. ഇനി അതിലും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ മനുഷ്യന്റെ ഇടപെടലിൽ എൻവയോൺമെന്റിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകും, അത് ആന്ത്രോപോസീൻ ആണ്. അപ്പൊ ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ടേം കൊണ്ടുവന്നതെന്ന് പറയാൻ പോൾ ക്രോട്സൺ ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഹോളോസിൻ പീരീഡ്, മോഡേൺ മാൻ ഡോമിനന്റ്, എക്സ്റ്റിങ്ഷൻ ഓഫ് ലാർജ് മാമൽസ് ആൻഡ് ബേർഡ്സ്, അത് ഓർത്തിരിക്കുക. കോട്ടൺറി പീരീഡില് ലാർജ് മാമൽസ് ആൻഡ് ബേർഡ്സ് ഓർത്തെ. അപ്പൊ അതിനെ ഇവിടുത്തെ കാലത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എക്സ്റ്റിങ്ഷൻ ഓഫ് ലാർജ് മാമൽസ് ഉണ്ട്, അതിന്റെ ഒരു പേര് വെച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനില്. അതായത് മെഗാഫൗണ എക്സ്റ്റിങ്ഷൻ, ഇപ്പൊ അടുത്ത കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് മെഗാഫൗണ. അപ്പൊ ഒരു ഓപ്ഷനിൽ അതായിരുന്നു. എന്താണ് എക്സ്റ്റിങ്ഷൻ ഓഫ് ലാർജ് മെഗാഫൗണ. അപ്പൊ മെഗാഫൗണ എന്ന് പറയുമ്പോൾ മെഗാഫൗണ നമുക്കറിയാം വലിയ പിന്നെ ഫൗണ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം പോയി എന്നുള്ള എന്റെ അർത്ഥം അല്ല ഇവിടെ ഉദ്ദേശിക്കുക. അതുവരെ അവിടെ ഉണ്ടായിരുന്ന വലിയ മാമൽസിന്റെ ഒരു എക്സ്റ്റിങ്ഷൻ അവിടെ വന്നു എന്നുള്ളതാണ്. അത് കോട്ടൺറി പീരീഡിലാണ് നടക്കുക. കോട്ടൺറി പീരീഡിലാണ്. ഇത്രയും ഓർത്തിരിക്കുക കണ്ടോ. ഇത്രയും മൈന്യൂട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത് നെറ്റിന് എന്ന് പറയുമ്പോൾ. അപ്പോ നെറ്റിന് ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിനെ ബൈഹാർട്ടാക്കുക. അത് ഏത് ക്വസ്റ്റ്യൻ, നെറ്റിന് മാത്രമല്ല, ഇത് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മോളിക്കുലർ ബയോളജി ഏതാണെങ്കിലും നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് മറ്റേത് ടെസ്റ്റിന് വേണ്ടി നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണല്ലോ തന്നെ. അപ്പോൾ അതുപോലെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കുന്നതാണ്. ഇത്രയും ബൈഹാർട്ടാക്കി ഇരുന്നാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ തന്നിട്ടുള്ള നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ എല്ലാം പലതും ചെയ്യണം. അപ്പൊ കുറച്ചുകൂടെ പ്രാക്ടീസ് ആകുന്നാൽ 100% ആവുള്ളൂ. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് കൂടായാം. ഞാൻ ആൻസർ ഒന്നും പറയത്തില്ല, സംശയമുള്ളത് മാത്രം ഞാൻ പറയാം. ഇതിപ്പോ അടുത്ത കാലത്ത് ചോദിച്ചാൽ വർഷം എഴുതിയില്ല, 2023 22 ഓർത്തില്ല. വളരെ സിമ്പിൾ ആണ് അല്ലേ? പറഞ്ഞോളൂ. ഫൈൻഡ് ഓഡ് ഏതാ സി അല്ലേ? അപ്പൊ ഇത്ര സിമ്പിളും ചോദിക്കും. ഇത് ബി പാർട്ടിൽ ചോദിച്ചതാണ്. അടുത്ത 2017 സി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് പീരീഡ്സ് ഫ്രം പാലിയോസോയിക് ടു മീസോസോയിക് ഇറ. അപ്പൊ ഇത് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് റിമെമ്പർ ദ നിമോണിക്. പാലിയോസോയിക് ഇറയുടെ നിമോണിക് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലിയോസോയിക് ഇറയുടെ കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. പാലിയോസോയിക് ഇറ. മീസോസോയിക് ഇറയുടെ ഡിസീസ് ക്യാൻ ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി. പാലിയോസോയിക് ഇറയുടെ എന്താണ്? കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ് അല്ലേ? പാലിയോസോയിക് ഇറയുടെയും മീസോസോയിക് ഇറയുടെയും ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നാ എന്താ ഫസ്റ്റ് ഒന്ന് പറയുന്നത്? കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. കെയർ സി എന്താണ്? ട്രയാസിക്കാണോ? ഞാൻ നിമോണിക് പറയുകയും ചെയ്തല്ലോ, പെട്ടെന്ന് തെറ്റിപ്പോയി അല്ലേ? ഓക്കെ. അപ്പോ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ? ഇപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. നിമോണിക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല എന്ന് മനസ്സിലായല്ലോ ഇപ്പൊ അല്ലേ? അല്ലേ? Isn't it? Yes, sir. Then ഇത് വർഷം എഴുതിയിട്ടില്ല, നോക്കാം. ചോദിച്ച വർഷം എഴുതിയില്ല, നോക്കാം. അത്
major events in the history of life with the Earth's geological period. Event geological period. ഒരു 1-2 എണ്ണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് റെപ്റ്റൈൽ എപ്പോഴാവുന്നത്? ഓപ്ഷൻ 2. വെരി ഗുഡ്. ഇത് വളരെ ഈസിയാണ് അല്ലേ, നമ്മൾ അറിയാമല്ലോ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ആംഫിബിയൻസ് എന്ന് പറയുമ്പം എപ്പോഴാ? എപ്പോഴാ ഡെവോണിയൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഓർത്തിരിക്കാം? ഏജ് ഓഫ് ആംഫിബിയൻ. ഏജ് ഓഫ് ഫിഷസ് ഇസ് ഒറിജിൻ ഓഫ് റെപ്റ്റൈൽ. എപ്പോഴാ ഏജ് ഓഫ് ആംഫിബിയൻ? ഫസ്റ്റ് ആംഫിബിയൻ ഏജ് ഓഫ് ഫിഷസ്. അതെ, ഏജ് ഓഫ് ആംഫിബിയ എപ്പോഴാണ്? ഇതിപ്പോ ഫസ്റ്റ് ആംഫിബിയ ഡിവോണിയൻ. ഏജ് ഓഫ് ആംഫിബിയ സിലൂറിയൻ. ഏജ് ഓഫ് ആംഫിബിയ കാർബോണിഫറസ്. ഇപ്പൊ കിട്ടുന്ന നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റിപ്പോകുന്നതാണ്. എന്തായാലും ഇത്രയും മാത്രമല്ല. ഓക്കെ, നെക്സ്റ്റ്. During which of the following major mass extinction events over 95% of marine species disappeared from the planet Earth? 2016 ജൂണില് ബി പാർട്ടിൽ ചോദിച്ചതാണ്. ഓർഡോവിസിയൻ. പെർമിയൻ. ഓക്കെ, വെരി ഗുഡ്. പെർമിയൻ അല്ലെ, ഒരു മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ആണ് അല്ലെ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ തെറ്റിയവർക്ക്? ഓക്കെ, ദെൻ നെക്സ്റ്റ് 2021 അതായത് സെറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ നെറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഇതുപോലെ. With reference to the geological time scale, which of the following statement is or correct? ഭൂമി ഉണ്ടായ കാലഘട്ടമല്ല, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ആദ്യം റോക്കില്ലാത്ത കാലഘട്ടം, അടുത്ത് ഭൂമി ഉണ്ടായി. ഏതാ? സി. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസിഡർ ദ ഫോളോയിങ്. ഇത് നമ്മളിപ്പോ ഈ 2022 ഫെബ്രുവരിയിൽ എന്ന് പറയാൻ നമുക്കറിയാം. സാധാരണ എക്സാം എപ്പോഴൊക്കെയാണ്? ജൂണിലും ഡിസംബറിലും. കോവിഡ് സമയമായതുകൊണ്ട് അതിലെ ഡിസംബറിലുള്ള മാറ്റം ഫെബ്രുവരിയിലാക്കിയതാണ്. ഇതും ഞാൻ പറയത്തില്ല. കൺസിഡർ ദ ഫോളോയിങ് 4 ജിയോളജിക്കൽ പീരിയഡ്സ്: Quaternary, Cretaceous, Jurassic, Cambrian. അപ്പൊ ഇത് which of the following options represent the correct arrangement of these geographical periods from earliest to recent? Earliest to recent. ഇതില് ഏർലിയസ്റ്റ് ഏതായിരിക്കും? കാംബ്രിയൻ. റീസെന്റ് ഏതാണ്? റീസെന്റ് ക്രെറ്റേഷ്യസ്, ക്വാട്ടർണറി. ഡി ആദ്യം എ അവസാനം വരുന്നത് നോക്കിയാൽ മതിയല്ലോ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ഈസി ക്വസ്റ്റ്യൻ എന്നല്ലേ നമ്മൾ വിചാരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് അറിഞ്ഞുകൂടാ തന്നെ, കാരണം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ പോലെ ഇരിക്കും. പക്ഷെ വൺസ് വി അണ്ടർസ്റ്റാൻഡ് ദിസ്, ഈ നിമോണിക്സ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായാൽ ധൈര്യമായിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാം കേട്ടോ. എന്തായാലും കോളേജിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടവരല്ലേ നിങ്ങൾ. അപ്പോ നെക്സ്റ്റ്, മാച്ച് ദ ജിയോളജിക്കൽ ടൈം പീരിയഡ്. Match the geological time period with the extinction or diversification events associated with them. ഇതും തെറ്റിക്കരുത്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2019 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദയവേത് തെറ്റിക്കരുത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനാണ്, അതുകൂടെ കേൾക്കുക. കേട്ടിട്ട് ട്രാൻസ്ലേഷൻ ഓഫ്, അതായത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ, വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് അറിയാം. അത് അന്ന് ഒരിക്കൽ എടുത്തപ്പോ എന്തോ ടൈം മാറ്റിയതുകൊണ്ടോ എന്താ അറിയില്ല, 1-2 പേര് അറ്റൻഡ് ചെയ്തിരുന്നു. അതിന്റെ ക്ലാസ്, അതിന്റെ
കൂടുതൽ ക്വസ്റ്റ്യൻസും പലതും ചേർത്ത് പല പോയിന്റും ചേർത്ത് ഉള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിലുണ്ട്. മാച്ച് ദ ജിയോളജിക്കൽ ടൈം പീരീഡ് വിത്ത് എക്സ്റ്റിങ്ഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ. ചിലത് എക്സ്റ്റിങ്ഷൻ നടന്ന കാര്യം, ചില ഡൈവേഴ്സിഫിക്കേഷൻ. ഓരോ ഓർഗൻസും ഉണ്ടായി വന്നു, അത് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തു വന്നു, ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. മനസ്സിൽ വച്ചിട്ട് പറയുക. ഇതിലും ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ളത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 3 ആണ്. ഒന്നുകൂടെ ആലോചിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, സീനോസോയിക് ഏതാണ്? തന്നിട്ടുള്ളതിൽ എന്തിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് സീനോസോയിക്കിൽ നടന്നത്? മാമൽ ഡൈവേഴ്സിഫിക്കേഷൻ തന്നല്ലോ. അപ്പൊ A4 ആണല്ലോ അല്ലെ? അപ്പൊ 1 3 വിടാനല്ലോ. ആ ഇനി ഓക്കെ. ക്രെറ്റേഷ്യസ് എന്താണ്? ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ക്രെറ്റേഷ്യസില് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ക്രെറ്റേഷ്യസില് ഞാന് ആൻജിയോസ്പേം ഡൈവേഴ്സിഫിക്കേഷൻ. മനസ്സിലായോ? അങ്ങനെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതും രണ്ടും കൂടെ ഒന്ന് പറയാം. അപ്പൊ അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഉണ്ടായി വന്നു, ഏതങ്ങ് ഡൈവേഴ്സ് ചെയ്തു വരെ. അപ്പൊ ഓക്കെ. അപ്പൊ ആൻസർ ഏതാ? ആൻസർ ഏതാ? 2. ഓക്കെ. താങ്ക് യു.